നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത് TDP ആണ്, തെലുങ്ക് ദേശം പാർട്ടി. ആന്ധ്രാപ്രദേശിൽ ബജറ്റ് വിഹിതത്തിൻ്റെ വലിയൊരു പങ്ക് വാരിക്കോരി കൊടുത്തത് TDPയെ മന്ത്രിസഭയിൽ നിലനിർത്താനും അതോടൊപ്പം തന്നെ TDPയുടെ പിന്തുണ ഒരു കാരണവശാലും വിട്ടുകളയാതിരിക്കാനും വേണ്ടിയാണ്. എന്നാൽ ഇപ്പോഴിതാ ആന്ധ്രാപ്രദേശിൽ NDAയിൽ ഭിന്നിപ്പ് അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണ്. അതായത് പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും TDPയും BJPയും ചേർന്ന സഖ്യമാണ് NDA സഖ്യം ആന്ധ്രയിൽ ഉള്ളത്. TDPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കൊടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ കൊടുത്തു. ഒരേ സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത്. ഒഡീസ പോലെ തന്നെയാണ് ആന്ധ്രയിലെയും കാര്യങ്ങൾ. എന്നാൽ ആന്ധ്രയിൽ TDPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ എന്നത് 88 മാത്രമാണ്. എന്നാൽ TDPക്കുള്ളത് 135 സീറ്റുകൾ. 21 സീറ്റുകളാണ് ജനസേന പാർട്ടിക്ക്, അതായത് പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് മത്സരിക്കാൻ TDP അനുവദിച്ചത്. ആ 21 സീറ്റുകളിലും വിജയിച്ചു. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം പവൻ കല്യാണിന് നൽകുമെന്ന് ഒരിക്കലും BJPയോ അല്ലെങ്കിൽ ജനസേന പാർട്ടിക്കാരോ വിചാരിച്ചിരുന്നതല്ല. എന്തിനധികം പറയുന്നു, നായിഡുവിൻ്റെ വിശ്വസ്തർ പോലും വിചാരിച്ചിരുന്നതല്ല. ഇപ്പോഴിതാ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിരവധികളായ ക്യാബിനറ്റ് വിഷയങ്ങളിൽ പവൻ കല്യാണിൻ്റെ തീരുമാനം അന്തിമമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഇത് TDP നേതാക്കളെ അസ്വസ്ഥരാക്കുന്നു എന്ന് മാത്രമല്ല, TDPയും ജനസേനയും തമ്മിൽ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്ധ്രയിൽ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഭിന്നാഭിപ്രായം അതിരൂക്ഷമായി മാറുന്നു എന്ന് ഇതിനോടകം തന്നെ പ്രാദേശിക ന്യൂസ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്നാൽ അതിലും പ്രധാനപ്പെട്ട കാര്യം എന്നത് NDAയിൽ ഉണ്ടാകുന്ന വിള്ളൽ തന്നെയാണ്. BJP നേതൃത്വമാണ് ഇടപെട്ട് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. കാരണം ആന്ധ്രയിലെ കാര്യങ്ങൾ സുഗമമായാൽ മാത്രമേ BJPക്ക് ഇപ്പോൾ ഭരിക്കാൻ കഴിയൂ. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPയെ താങ്ങി നിർത്തുന്നത് തന്നെ TDPയിലെയും അതുപോലെ ഐക്യജനതാദളിലെയും MPമാരുടെ ഒരു കൂട്ടായ്മയാണ്. TDPയിലെ 16 MPമാരും ഐക്യജനതാദളിലെ 12 MPമാരുമാണ് ഇപ്പോൾ BJP ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാസ്തവത്തിൽ TDP നേതൃത്വം ഇത്തരത്തിൽ ഒരു തീരുമാനം, അതായത് ജനസേനയ്ക്കെതിരെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായും ജനസേന പാർട്ടി പ്രത്യേക ബ്ലോക്കായി മാറി നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാജ്യസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജനസേന കൂടുതൽ സീറ്റുകൾ ആരായുകയാണ്. ഇതിനിടയിൽ YSR കോൺഗ്രസ്സിലെ നിരവധിയായ രാജ്യസഭാ MPമാരെ രാജിവെപ്പിച്ച് അവരെയൊക്കെ TDP ടിക്കറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുമ്പോൾ അതിനെ എങ്ങനെയും പിളർത്താനും അതിനെ തടയിടാനും ഇപ്പോൾ ജനസേന തന്നെ മുന്നോട്ട് വരികയാണ്. വാസ്തവത്തിൽ YSRുമായി ഉള്ള യാതൊരു ബന്ധവും ആ പാർട്ടിയും ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള ഈ ഒരു രീതിയിലുള്ള പോരാട്ടവും ഒന്നും ജനസേന അതിനെ കൈകാര്യം ചെയ്യുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വ്യത്യസ്തമാണ് എന്ന് തന്നെ മനസ്സിലാകും. ജനസേനയ്ക്ക് പ്രത്യേകമായൊരു അജണ്ടയുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ ഏറ്റവും തീവ്രമായി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്.